ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗരേഖയെന്ന് വെബ്ക. റിപ്പോർട്ട് വിശദമായി ചർച്ച ചെയ്യാൻ തീരുമാനമുണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം നടത്തിയതായി പരാമർശമുള്ള എല്ലാ പേരുകളും പുറത്തു വരണമെന്ന് വെബ്ക ആവശ്യപ്പെട്ടു. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വെബ്കയുടെ ഈ പുതിയ നീക്കത്തിന് പിന്നിൽ എന്താണ്? SKN ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മലയാള സിനിമയിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്ന് വിമർശനങ്ങൾ ആ സംഘടനയിലുള്ള ആളുകൾ തന്നെ ഉയർത്തിയിരുന്നു. പുറത്തുനിന്നും അത്തരത്തിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഫെഫ്ക തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗരേഖയാണ്. അതിൽ പെട്ടെന്നൊരു അഭിപ്രായം പറയുന്നതിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു. അത് കൃത്യമായി പഠിക്കണം. അപക്വമായൊരു മറുപടിക്ക് ഫെഫ്ക തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് സമയമെടുത്തത്. ഈ റിപ്പോർട്ടിന്മേൽ കൃത്യമായൊരു പഠനം നടത്തി ഫെഫ്കയിലെ സ്ത്രീകളുടെ എല്ലാവരുടെയും നിലപാടുകളും അഭിപ്രായങ്ങളും സ്വരൂപിച്ച ഒരു അവലോകന റിപ്പോർട്ട് തയ്യാറാക്കി അത് സംസ്ഥാന സർക്കാരിന് കൈമാറുമെന്നാണ് ഫെഫ്ക ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വീകരിക്കുന്ന നിലപാട്. ഒപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പരാമർശമുള്ള ആളുകളുടെ പേരുകൾ പുറത്തു വരണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത് കോടതിക്ക് മുമ്പാകെ നിൽക്കുന്ന കാര്യമാണ്. കോടതിയാണ് അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടതെന്നും പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അതിജീവിതർക്ക് എല്ലാ നിയമസഭാംഗങ്ങളും അതോടൊപ്പം അവർക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക ബുദ്ധിമുട്ടെങ്കിൽ കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകാനും തങ്ങൾ തയ്യാറാണെന്ന് ഫെഫ്ക മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച സർക്കാർ നടപടിയെ ഫെഫ്ക സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം അമ്മ എക്സിക്യൂട്ടീവ് പൂർണ്ണമായും പിരിച്ചുവിട്ടതിൽ ഫെഫ്ക അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയത് ഈ സംഘടനയോട് അടക്കം ചർച്ച ചെയ്ത ശേഷമാണ് അമ്മയുടെ ഈ തീരുമാനം. അമ്മയുടെ ഈ പുതിയ തീരുമാനത്തിൽ അത് ഒരു വിപ്ലവകരമായ പുതിയ നയരൂപീകരണത്തിനെല്ലാം മാറ്റമാകട്ടെ എന്നാണ് ഫെഫ്ക വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഇത്ര കൃത്യമായി ഈ വിഷയത്തിൽ നിലപാടെടുക്കുന്ന ഒരു തൊഴിലാളി സംഘടന ഫെഫ്കയാണ്. അതൊരൽപ്പം വൈകി എന്നുള്ള വിമർശനം വസ്തുതയെ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ വിമർശനത്തെ ഫെഫ്ക തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും വളരെ ക്ലിയറായി ഫെഫ്ക തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ അതിജീവിതർക്ക് ഒപ്പം തന്നെയാണ് ഞങ്ങൾ. ആ റിപ്പോർട്ടിന്മേൽ കൃത്യമായ പഠനമുണ്ടാകും. ആ മാർഗരേഖ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ ചർച്ചകൾക്ക് വേണ്ടി സെപ്റ്റംബറിൽ യോഗം ചേരുന്നു. അതിനുശേഷം ആ യോഗത്തിലുണ്ടാകുന്ന തീരുമാനങ്ങൾ റിപ്പോർട്ടാക്കി സംസ്ഥാന സർക്കാരിന് കൈമാറാനാണ് ഫെഫ്കയുടെ തീരുമാനം. SK. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്. ജോൺ മാത്യു, ജോണിൻ്റെ ഒരു സന്ദേശം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് K കവിതയ്ക്ക് ജാമ്യം നൽകി സുപ്രീം കോടതി. CBI, ED എന്നിവരെ രൂക്ഷമായി വിമർശിച്ചു. പ്രതികളാക്കേണ്ടവരെ എന്തിന് മാപ്പുസാക്ഷികളാക്കിയെന്നാണ് കോടതി ചോദിച്ചെന്നാണ് യൂട്യൂബ് സന്ദേശം പറയുന്നത്. എന്നാൽ ചില മാധ്യമങ്ങൾ ഈ പ്രധാനപ്പെട്ട വാർത്ത മുക്കി എന്നും പരാതിയുണ്ട്. ഈ വാർത്ത നമ്മൾ മുക്കിയിട്ടില്ല. K കവിതയുടെ വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു.